ഇന്നത്തെ സർക്കാരിന്റെ ഒരു പ്രത്യേകത നല്ല ഭൂരിപക്ഷത്തോടെ രണ്ടാം തവണയും ഭരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സാധാരണഗതിയിൽ ഇപ്പൊ നേരത്തെ അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനോപകാരപ്രദമായ പദ്ധതികളുടെ അനൗൺസ്മെന്റ് വരുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ 25 വർഷം കൊണ്ട് കേരളത്തിലെ ജീവിത നിലവാരം ഉയർത്തും അത്തരത്തിലുള്ള ഉപരിപ്ലവമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ മുഖ്യമന്ത്രി എന്ന് പ്രതീക്ഷിക്കുന്നത് കേരളം കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം പോയതുപോലെ മതിയോ ഇനിയും അങ്ങോട്ട് എന്നുള്ള ഒരു ന്യായമായ ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കേണ്ടത്. കാരണം കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിക്കും ലഭിക്കാത്തതുപോലെ നല്ല ഭൂരിപക്ഷത്തോടെ ഒരു തുടർഭരണത്തിന് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. കാലങ്ങളായി കേരളത്തിൽ ഈ രാഷ്ട്രീയ മത്സരത്തിന്റെ പേരിൽ ഇടത് വലത് മുന്നണികൾ മത്സരിച്ചിട്ട് നടത്തിയിട്ടുള്ള പിന്തിരിപ്പൻ നയങ്ങൾ മൂലം കേരളത്തിന്റെ വികസനം എങ്ങും എത്താതെ പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബ്യൂറോക്രാറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ പല തീരുമാനങ്ങളും എടുക്കാൻ അവര് വിഷമിക്കുന്നു. കാരണം അടുത്ത 5 വർഷം കഴിഞ്ഞ് ഭരണമാറ്റം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ റദ്ദാവുകയും പുതിയ തീരുമാനങ്ങൾ വരികയും തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടികൾ വരികയും ചെയ്യുക, അത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കേരളം നേരിട്ടിരുന്നു. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥരും വളരെ ഭയപ്പാടിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ കേരളത്തിന്റെ വികസനം പലപ്പോഴും ഈ ഭരണ മാറ്റത്തിൽപ്പെട്ട് തകരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വികസനം പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായി ഇത്തവണ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു നല്ല അവസരമാണ്. അത് അദ്ദേഹം വിനിയോഗിക്കണം. അതിന് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ്, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ധൈര്യം കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം ഇന്ന് സത്യം പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. തീർച്ചയായും ഇതൊരു ഹണിമൂൺ പീരീഡ് ആണ്. ഈ ഹണിമൂൺ പീരീഡിൽ പുതിയ മന്ത്രിസഭയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 91 നരസിംഹറാവു സർക്കാരിന് സമാനമായിട്ടുള്ള, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു കാണിച്ച ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത്. നമുക്കറിയാം 91 നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമ്പത്തിക ഘടന എങ്ങനെയായിരുന്നോ ഏകദേശം അതിന് തത്തുല്യമാണ് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ. 5 വർഷം കഴിഞ്ഞ് 5 വർഷക്കാലം ഭരിച്ചത് ശ്രീ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പോലും കടത്തിന്റെ കാര്യത്തിൽ പൊതുകടം ഉയർന്ന് സംസ്ഥാനത്തിന് കൂടുതൽ കടമെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയമപരിഷ്കരണം അതല്ലെങ്കിൽ കടമെടുക്കാനുള്ള നയത്തിൽ തന്നെ മാറ്റം കൊണ്ടുവന്ന് സഹായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ കടമെടുപ്പ് പരിധി പോലും ലംഘിച്ചുകൊണ്ട് കടമെടുക്കുന്നു. കടമെടുക്കാൻ വേണ്ടി പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ആ സ്ഥാപനത്തിന്റെ പേരിൽ കടമെടുക്കുന്നു. അതിന് സംസ്ഥാന സർക്കാർ കൊളാറ്ററൽ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ വേണ്ടത് ഈ വലിയ കടത്തിൽ മുങ്ങി നിൽക്കുന്ന കേരളത്തിന് ആവശ്യം ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റമാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇടത് വലത് മുന്നണികൾ ചെയ്യാതിരുന്ന, അതല്ലെങ്കിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ 2 മുന്നണികളും ഒരുപോലെ കേരളത്തിലെ സ്വകാര്യ മൂലധനത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, സ്വകാര്യ നിക്ഷേപങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുതിയ സർക്കാരിന് തീർച്ചയായും ഈ ഘടനാപരമായ മാറ്റം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പിണറായി വിജയൻ സർക്കാരിന് ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുണ്ട്. ആ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽ ഉടക്കി നിൽക്കാതെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നരസിംഹറാവു സർക്കാരിനെ പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 91 നരസിംഹറാവു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം വലിയ കടത്തെ അഭിമുഖീകരിക്കുന്നു. അന്ന് രാജ്യത്തെ സ്വർണം പോലും വിദേശ രാജ്യങ്ങളിൽ കടമായി കൊണ്ടുപോയി വെച്ച് പണയം വെച്ച് പണം കടമെടുക്കേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നരസിംഹറാവു സധൈര്യം LPG ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വേണ്ടി വാദിക്കുന്നതും അങ്ങനെ പുതിയ സാമ്പത്തിക നയം ഇന്ത്യക്ക് വേണ്ടി രൂപീകരിക്കുന്നതും. അന്ന് നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ PJ കുര്യനാണ് ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള പുതിയ വ്യാവസായിക നയം അവതരിപ്പിച്ചത്. ശ്രീ PJ കുര്യന് കൊടുക്കേണ്ട ക്രെഡിറ്റ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൊടുക്കാറില്ല. അവരതെല്ലാം മൻമോഹൻ സിംഗിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. വാസ്തവത്തിൽ ഒരു മലയാളിയാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആധാരമായിട്ടുള്ള പുതിയ വ്യാവസായിക നയം മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റിന്റെ തലേന്ന് ലോക്സഭയിൽ ടേബിൾ ചെയ്തത് എന്ന കാര്യം ശ്രീ PJ കുര്യന് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് നടന്നൊരു സംഭാഷണം ഞാനാണ് അദ്ദേഹത്തെ അത് ഓർമ്മിപ്പിക്കുകയുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരു ഘടനാപരമായ മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സർക്കാരാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തിന്റെ ആവശ്യമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴഞ്ചൻ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി അത് മറികടന്നുകൊണ്ട് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന ചൈനീസ് നയമെങ്കിലും സ്വീകരിച്ചുകൊണ്ട്
കേരളത്തിൽ വലിയ തോതിലുള്ള വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കണം. മറ്റൊട്ടേറെ കാര്യങ്ങൾ സർക്കാരിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് 65,000 കോടി രൂപയോളം ദേശീയപാത വികസനത്തിന് മാത്രമായി കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഏജൻസി എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിന് ഈ വലിയ ഭൂരിപക്ഷത്തോടെയുള്ള ഒരു തുടർ ഗവൺമെന്റ് ആയതിനാൽ വലിയ ഒരു ജനപ്രീതി പിടിച്ചു പറ്റിക്കൊണ്ടുള്ള അത്തരം സോപ്പ് നടപടികളിലേക്ക് പോകാതെ തന്നെ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കും. അങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. കേരളത്തിൽ വികസനത്തിന്റെ ഒരു പുതിയ കേരളം രൂപീകരിക്കാൻ തീർച്ചയായും പിണറായി വിജയന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ ഇന്ത്യക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തുന്ന വലിയ മുന്നേറ്റം, അങ്ങനെ പുതിയ കരുത്താർജിച്ച ഇന്ത്യക്ക് കരുത്തുള്ള കേരളവും ആവശ്യമുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ കൺഫ്രണ്ടേഷൻ ഇല്ലാതെ ഒരു കൺസെന്റോട് കൂടി മുന്നോട്ട് പോകാൻ ശ്രീ പിണറായി വിജയന് ഈ അവസരത്തിലെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, റിജി ലൂക്കോസ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ പോയതുപോലെ മതിയോ? തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമ്പത്തിക മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ധൈര്യം പിണറായി കാണിക്കുമോ എന്നുള്ളതായിരുന്നു സന്ദീപിന്റെ ചോദ്യം. ഇവിടെ ഈ ചെലവ് ചുരുക്കൽ കഴിഞ്ഞ അതായത് 2016 മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത സമയത്ത് പിണറായി പറഞ്ഞതാണ് മുണ്ടുമുറുക്കി ഉടുക്കണം എന്നൊക്കെ. പക്ഷേ ചെലവ് ചുരുക്കൽ പ്രാവർത്തികമാക്കിയില്ല. നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനതിന് എത്ര ഉപദേശികൾ. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറക്കാനുള്ള ഒരു തീരുമാനം, വളരെ സുചിന്തിതമായിട്ടുള്ള ഒരു തീരുമാനമെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം അനാവശ്യമായിട്ട് ഇവിടെ നിരവധി ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നവരെ കുടിയിരുത്താനുള്ള ഒരു സങ്കേതമായിട്ട് ഇത്തരം ബോർഡുകളും കോർപ്പറേഷനുകളും മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ദീർഘദൃഷ്ടിയോടുകൂടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അതും ഈ സർക്കാരിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ലേ? ഞാൻ അതിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളും കോൺഗ്രസിന്റെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ ചില കാര്യങ്ങളും അതിലുള്ള ചില മറുപടികൾ പറഞ്ഞതിന് ശേഷം ശ്രീ അനിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ് BJPയുടെ ഒരു വക്താവ് വളരെ പോസിറ്റീവായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ രാജ്യത്ത് 6 പതിറ്റാണ്ട് കാലം പ്രതിപക്ഷത്ത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഇരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. എന്റെ മുൻ നേതാക്കൾ, അല്ലെങ്കിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ള നേതാക്കൾ എങ്ങനെയായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന് ഈ രാജ്യത്തോട് പലതവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും രാഷ്ട്രീയമായിട്ടുള്ള ചെളിവാരിയറുകൾക്ക് അപ്പുറത്ത് ഒരു പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനൊരു സമയം കൊടുക്കണം. തീർച്ചയായിട്ടും നയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ സഹോദരി സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞതിനെ അവർ ഖണ്ഡിച്ചു. തീർച്ചയായിട്ടും ഒരു ഹണിമൂൺ പീരീഡ് കൊടുക്കണം. കാരണം ഇതിൽ മുഖ്യമന്ത്രി മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം പുതിയ ടീമാണ്. സ്വാഭാവികമായും അവർക്ക് അവരുടേതായ ഒരു സമയം കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘടനാപരമായ ഒരു മാറ്റത്തിന് മുഖ്യമന്ത്രിക്ക് ധൈര്യം കാണിക്കാൻ പറ്റുന്ന ഒരു ജനസമിതി ഇപ്പൊ അദ്ദേഹത്തിനുണ്ട്. ഒരു ജനങ്ങളുടെ പിന്തുണ, വലിയ വർദ്ധിതമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടിയിരിക്കുന്നു. തുടർ ഭരണമാണ്. അതുകൊണ്ട് തന്നെ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ധൈര്യം ഉണ്ടാവും തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പൊ മുഖ്യമന്ത്രി കുറച്ചുകൂടി ഡിസിസീവ് ആകണം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധൈര്യം കാണിക്കണം. അദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുമെങ്കിൽ പോലും പല തീരുമാനങ്ങളിൽ നിന്നും പിറകോട്ട് പോകുന്ന കാഴ്ച കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. ശ്രീ റജി നേരത്തെ പറഞ്ഞു 5 വർഷക്കാലത്തിനിടയ്ക്ക് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ പോയത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തുടർന്നിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു കാരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ദുർബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്ന് ശ്രീ റജി സമ്മതിക്കുന്നത് പോലെ ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കും. അത് അവരുടെ ജോലിയാണ്. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ആ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെങ്കിൽ, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ,
നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പെട്ടെന്ന് വ്രണിത ഹൃദയരാകുന്നത്? എന്തിനാണ് നിങ്ങളുടെ ശ്രദ്ധ പാളിപ്പോകുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോ അതിലെ ഒരു ജനപ്രിയതയുടെ എലിമെന്റ് കൂടി മുഖ്യമന്ത്രിക്ക് പരിശോധിക്കേണ്ടിയിരുന്നു. കാരണം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് എന്റെ ഇമേജിനെ ബാധിക്കുമോ, പ്രതിച്ഛായയെ ബാധിക്കുമോ എന്ന ഭയം കൊണ്ട് പല തീരുമാനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു ഡിസിസീവ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ, ഉദാഹരണത്തിന് 12 വർഷക്കാലം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിന് വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ്. കാരണം പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയെ മാതൃകയാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മാതൃകയാക്കാൻ വേണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദി എങ്ങനെയായിരുന്നു 12 വർഷക്കാലം ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതിനിശിതമായിട്ട് ഈ മീഡിയ മുഴുവൻ ആക്രമിച്ചിട്ടും, മാധ്യമങ്ങളെ മുഴുവൻ ആക്രമിച്ചിട്ടും, പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മുഴുവൻ ആക്രമിച്ചിട്ടും അദ്ദേഹം വികസനം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ തന്നെ പല നേതാക്കളും അവിടെ പോയിട്ട് പിന്നീട് നരേന്ദ്രമോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കാതെ ഗുജറാത്തിലെ വികസനങ്ങളെ പുകഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ അത് തമിഴ്നാട്ടിൽ ജയലളിതയെ കുറിച്ച് പറഞ്ഞാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്ത പഴയ ക്ലിപ്സ് ഒക്കെ അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വളരെ ഡിസിസീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്ദേശശുദ്ധി, ഒരു സെക്കൻഡ്, ഉദ്ദേശശുദ്ധി എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ഒന്നുകിൽ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അതൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷക്കാലത്തെ വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം എണ്ണി എണ്ണി പറയാമെന്ന് ശ്രീ രജി പറഞ്ഞു. ഞാൻ അനിൽ നമ്പ്യാർ അപേക്ഷിക്കുകയാണ്, വേണമെങ്കിൽ മറ്റൊരു ചർച്ച തന്നെ അതിന്റെ പേരിൽ വെക്കണം. കഴിഞ്ഞ 5 വർഷക്കാലം ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ എണ്ണിപ്പറയാവുന്ന ഏത് വികസന പ്രവർത്തനമാണ് വന്നിട്ടുള്ളത്? ഒന്നും വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനവും അങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ എന്താണ് കൊണ്ടുവരാൻ സാധിച്ചത്? കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം അതിനാവശ്യമാണ്. ആ ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് ഇത്തവണ വേണ്ടത്. അതിന് വേണ്ട പ്രവർത്തനങ്ങളായിരിക്കണം മുഖ്യമന്ത്രി ഭാഗത്തുണ്ടാകണം. 1. 2, ഇവിടെ സന്ദീപ് അതല്ല നേരത്തെ റെജി പറഞ്ഞത് ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി വിദേശത്ത് നിന്ന് മൂലധനം വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു, നിങ്ങൾ അത് തടയുന്നു എന്നുള്ള ആരോപണവും റെജി ഉന്നയിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഞാൻ അങ്ങനെ ഞാൻ കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുത്തോണ്ടിരിക്കും. ഞാൻ അത് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പോസിറ്റീവായി പറഞ്ഞല്ലേ? അതിലെങ്ങനെ ഒരു ആങ്കർ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെയാണ് ഒരു ചർച്ച. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞത് റെജി? കമന്റ് വിദേശത്തുനിന്ന് മൂലധനം വരുന്നുണ്ട്. അല്ല, റെജി പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടാണ്. ആണോ? ഓ ശരി. ഓക്കെ. അപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു റെജി. ഞാൻ കേട്ടതിലുള്ള പിഴവാണത്. ഓക്കെ ശരി. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ആ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ നോക്കുമ്പോ ഭരണത്തിൽ, ഒരു സെക്കൻഡ് ശ്രീറജി, അദ്ദേഹം ഭരണത്തിലെത്തുന്നതിന് മുമ്പ് വിഴിഞ്ഞത്ത് അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞത്ത് അദാനിയെ ഓടിക്കുമെന്ന് പ്രസംഗിച്ച ആളാണ്. പക്ഷെ 5 വർഷക്കാലം നമുക്കറിയാമല്ലോ, അദാനിയുടെ മകൻ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി കാണുന്നു. അദാനിയുമായി വളരെ അടുത്ത ബന്ധം മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നു. വിഴിഞ്ഞത്തെ എല്ലാ സൗകര്യങ്ങളും അദാനി ഗ്രൂപ്പിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് അതിൽ ഇപ്പൊ ശൈലജ ടീച്ചർ ഉദാഹരണമാണ് പറഞ്ഞത്. ശൈലജ ടീച്ചറെ ഒഴിവാക്കിയതിനെതിരെ പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചയാളാണ്. എന്താ കാരണം? 5 വർഷക്കാലം നമുക്കറിയാം, ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിക്ക് മുകളിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ വേണ്ടി PR വർക്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ആസൂത്രിതമായ ഒരു ഇമേജ് ബൂസ്റ്റിംഗ് നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആരോപണം, ഇനി ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം ശൈലജ ടീച്ചർ കോവിഡ് മഹാമാരിയുടെ നേരിടുന്നതിൽ വലിയ പരാജയമായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് വലിയ പരാജയമായിരുന്നു ശൈലജ ടീച്ചർ എന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് എത്ര PR പിന്തുണയുണ്ടായിട്ടും കേരളത്തിൽ അറിയപ്പെടുന്ന CPM-ന്റെ ഇടതുപക്ഷ മുഖങ്ങൾ മുഴുവൻ ബ്രിങ് ബാക്ക് ശൈലജ ടീച്ചർ എന്ന #ഹാഷ്ടാഗ് ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പോലും അതിനൊക്കെ ഒരു വിലയും കൊടുക്കാതെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ കരുതുന്നത് പോലെ ഇവരൊക്കെ സ്വയം പറയാറുണ്ടല്ലോ, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിനെ മുഖങ്ങളായി സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന് ഫേസ്ബുക്കിലൊക്കെ താരങ്ങളായി മാറിയ നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയിലെ ആളുകളൊക്കെ ബ്രിങ് ബാക്ക് ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് ഒരു വിലയും കൊടുക്കാതെ മുഖ്യമന്ത്രി അവരെ മാറ്റി എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രി കാണിച്ച ആ ധൈര്യത്തെ ശ്രീ റെജി ലോക്കോസിന്റെ മുന്നിൽ ഇരുന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കോവിഡ് വ്യാപനം തടയുന്നതിൽ ശൈലജ ടീച്ചർ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം അദ്ദേഹം ശരിവെച്ചു. 1. 2, കോൺഗ്രസിന്റെ സഹോദരി പറഞ്ഞതുപോലെ ഞാൻ നരസിംഹറാവുവിനെ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് അവർ വിമർശിച്ചു.
പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. നിങ്ങൾ ഈ ടൂൾ കിറ്റുമായി ഇപ്പോഴും ഭരിക്കുന്ന ആളുകളെ അപമാനിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഞങ്ങൾ ആ രീതിയിലുള്ള പ്രതിപക്ഷമല്ല. നിങ്ങൾ ടൂൾ കിറ്റ് ഉണ്ടാക്കിയിട്ട് ഭരിക്കുന്നവരെ അപമാനിക്കാൻ വേണ്ടി ടൂൾ കിറ്റ് ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുക, എന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രചാരണം, കള്ളപ്രചാരണം സംഘടിപ്പിക്കുക. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ സ്ഥിരം പരിപാടി. നോക്കൂ, ഞാൻ നരസിംഹറാവുവിനെ പ്രശംസിച്ചു. എന്താ കാരണം? ഞാൻ രാഷ്ട്രീയമായി നരസിംഹറാവുവിന്റെ വിഭിന്നമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും, കോൺഗ്രസിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും, ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട ഇന്ത്യ, ആ ഇന്ത്യയുടെ മാറ്റത്തിന് കാരണക്കാരനായത് ശ്രീ നരസിംഹറാവു ആയിരുന്നു. ഒരു ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എന്റെ പുസ്തക ശേഖരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൂടി ഹൗ PV നരസിംഹറാവു മേഡ് ഹിസ്റ്ററി, സഞ്ജയ് ബറുവിന്റെ പുസ്തകമാണ്, 1991. ഇത് വളരെ കോൺഗ്രസ്സുകാരൊക്കെ വായിക്കേണ്ട പുസ്തകമാണ്. പക്ഷെ നരസിംഹറാവു എന്ന വ്യക്തിയെ എങ്ങനെയാണ് കോൺഗ്രസ് ട്രീറ്റ് ചെയ്തതെന്ന് നമുക്കറിയാലോ. നരസിംഹറാവു മരിച്ച സമയത്ത് AICC ആഫീസിന്റെ അകത്ത് പൊതുദർശനത്തിന് വെക്കാൻ പോലും തയ്യാറാവാതെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച് ഡൽഹിയിൽ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ ഹൈദരാബാദിലേക്ക് നരസിംഹറാവുവിന്റെ ഭൗതിക ശരീരത്തെ ആട്ടിയകറ്റിയത് സോണിയാഗാന്ധിയായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. പ്രിയപ്പെട്ട സഹോദരി, ആ ചരിത്രമൊക്കെ വായിച്ചു നോക്കണം. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണം. സംസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് അത് ആവശ്യമാണ്. അതെല്ലാം BJPയും CPM തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് വില കുറഞ്ഞ ആരോപണമെന്ന് അത് ടൂൾ കിറ്റ് ആരോപണമായിട്ട് ജനങ്ങൾ കരുതും. എന്തായാലും ടൂൾ കിറ്റ് നമുക്ക് അതിനായ കാര്യങ്ങളിൽ ഇടപെട്ടയാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഒറ്റ കാര്യം പറയുള്ളൂ, ഈ മൊബിലിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് LDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു KSRTCയുടെ നവീകരണം. 5 വർഷക്കാലം നിങ്ങൾ KSRTCയെ നവീകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, 10,000-കണക്കിന് KSRTC ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. 41 മാസവും നിങ്ങൾ ഭരിച്ച 5 വർഷത്തിൽ 41 മാസവും ശമ്പളം കൊടുത്തില്ല, പെൻഷൻ കൊടുത്തില്ല. നിരവധി KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന, ശ്രീ റജി ലൂക്കോസിന് മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറയണം, നമുക്ക് ഈ മൊബിലിറ്റിയൊക്കെ നടപ്പാക്കാം. പക്ഷെ അതിനു മുൻപ് കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള പൊതുഗതാഗത സംവിധാനം KSRTCയെ രക്ഷപ്പെടുത്താമെന്ന 5 വർഷം മുമ്പത്തെ വാഗ്ദാനം അത് നമുക്ക് ഇത്തവണ നടപ്പാക്കണം. KSRTCയിലെ ജീവനക്കാർക്ക് തൊഴിൽ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം. KSRTC എന്ന് പറയുന്നത് കേരളത്തിന്റെ ലൈഫ് ലൈൻ ആണ്, അതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തണം എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ശ്രീ റജി ലൂക്കോസ് തയ്യാറാണ്. 1. 2, ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ ഒറ്റ കാര്യത്തിന് മാത്രം മറുപടി കൊടുക്കാം. അവര് പറഞ്ഞത് ഇവിടെ ഇസ്ലാമോഫോബിയ വളർത്തി ക്രിസ്ത്യൻ വോട്ട് LDF കൊണ്ടുപോയി എന്നിങ്ങനെ പരിതപിക്കുന്നത് കണ്ടു. ഞാൻ ഇസ്ലാമോഫോബിയ കാരണം ഭയപ്പെട്ട ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ പേര് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം. ഇസ്ലാമോഫോബിയ കാരണം ഭയപ്പെട്ട് ഇട്ട Facebook പോസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് പിൻവലിച്ച ഒരു ക്രിസ്ത്യാനിയുടെ പേരാണ് ഉമ്മൻചാണ്ടി.